ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന് ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. സകലതും നന്മയ്ക്കെന്ന് ഈ ബൈബിൾ പറയുന്നില്ല. സകലതും നന്മയ്ക്കല്ല, തിന്മയ്ക്കുള്ളത് തിന്മയ്ക്ക് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, പൊത്തിപ്പേറിന്റെ വീടും ചെയ്യാത്ത കുറ്റത്തിന്റെ തുണിത്തുണ്ടുയർത്തിയ തെളിവും അപമാനത്തിൽ കാരാഗ്രഹത്തിൽ തള്ളിയതും സഹോദരന്മാർ പൊട്ടക്കുഴിയിൽ ഇറക്കി വിറ്റതും ഒന്നും നന്മയ്ക്കല്ല, അതിൽ തന്നെ തിന്മ തന്നെയാണ്. എന്നാൽ അനേക തിന്മകൾ ശത്രു എനിക്കെതിരെ ചെയ്യുമ്പോൾ ആ തിന്മകളെ ചേർത്ത് വെച്ചിട്ട് ഒടുവിൽ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ഒരു കരം എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നു. അതിന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, നിലവിൽ എനിക്കത് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഇത് തിരിച്ചറിയണമെങ്കിൽ ഒരു ഭക്തന്റെ ജീവിതത്തിലെ ശോധനകളുടെ പുറകിൽ ഉയരുന്ന ദൈവത്തിന്റെ കരം കണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. ഇന്ന് രാത്രി ഓർക്കുക, ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ അധ്യായം വരുമ്പോൾ അത് നന്മയ്ക്കാക്കി മാറ്റിക്കുറിക്കുന്ന ഒരു കരമാണ് ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരമെങ്കിൽ, ഇന്ന് രാത്രി സ്റ്റേജിലായിരിക്കുന്ന ദൈവദാസന്മാരോട്, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുന്നു, നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നിത്യതയിൽ പ്രതിഫലം. നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാ പൂക്കളെക്കാൾ നീ സഹിക്കുന്ന മുള്ളുകൾക്കായിരിക്കും നിത്യതയിൽ പ്രതിഫലം. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് വിളിച്ചു പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ അത് അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ ദൈവത്തിന്റെ കരം എൻ്റെ ജീവന്റെ പുറകിൽ ചലിച്ചാൽ ഒടുവിലത്തെ അധ്യായം വരുമ്പോൾ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഗ്ലോറി. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, ഈ യോഗത്തിന് മീതെ സ്വർഗത്തിന്റെ തേജസ്സിന്റെ കരം ഉയർന്നു നിൽക്കുകയാണ്. നീ ഇവിടെ വന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നീ പ്രാപിച്ച ദൈവകൃപയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ സമാധാനത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന പോരാട്ടം പ്രബലമാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ രാത്രി പറയുന്നു, അതിന്റെ പുറകിൽ ഇതാ ഒരു കരം മറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഈ ദൂത് ചില വ്യക്തികൾ ആത്മാവിൽ ഏറ്റെടുക്കട്ടെ. നിന്റെ ജീവന്റെ പുറകിൽ ഒരു കരം മറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ചെങ്കടലിൽ ഒരു കരം തന്റെ ജനത്തിന് വേണ്ടി മറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത് സത്യമാണെങ്കിൽ, യോർദാനിൽ ഒരു കരം തന്റെ ജനത്തിന് വേണ്ടി മറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത് സത്യമാണെങ്കിൽ, എരിഹോവിൽ ഒരു കരം തന്റെ ജനത്തിന് വേണ്ടി മറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത് സത്യമാണെങ്കിൽ, സൂര്യനെ നിർത്തുന്നതിൽ ഒരു കരം തന്റെ ജനത്തിന് വേണ്ടി മറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത് സത്യമാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. കഴുകുമരം ഒരുക്കിയ ഹാമാന്റെ പദ്ധതികളെ തകർക്കാൻ ഒരു കരം മറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത് സത്യമാണെങ്കിൽ, നീ ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ പുറകിൽ, നിന്റെ തലമുറയ്ക്ക് പുറകിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവദാസ, ഒരു കരം മറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അത് തൽക്കാലം തിന്മയാണെങ്കിലും ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഇവിടെ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ, ആ കരം എൻ്റെ ജീവന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ ഈ രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, മൊർദെഖായി എന്ന വാച്ചറിനെ പടിവാതിക്കൽ വെച്ച് എഴുന്നേറ്റില്ല എന്ന ഏക കാരണത്താൽ കുതന്ത്രം ഒരുക്കി തൂക്കിക്കൊല്ലാൻ ഹാമാൻ പദ്ധതിയിടുമ്പോൾ അവൻ രാജാവിന്റെ ഭണ്ഡാരത്തിലേക്ക് 10,000 താലന്ത് വെള്ളി കൊടുത്തുവിടാം എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലെ പേർഷ്യൻ സംസ്ഥാനത്തിലെ ഇന്ത്യ ഈവൻ ടു എത്യോപ്യ മുഴുവനുള്ള രാജ്യങ്ങളുടെ ഒരു വർഷത്തെ ടാക്സ് 18,000 താലന്ത് വെള്ളിയാണ്. 10,000 താലന്ത് വെള്ളി
ഒരുത്തനെയും അവന്റെ വംശത്തെയും തകർത്താൽ കൊടുക്കാം എന്ന് ഹാമാൻ പറഞ്ഞതിന്റെ സാരം, യഹൂദനെ വംശനാശം ചെയ്താൽ ഇതിൽ കൂടുതൽ തന്റെ സ്വകാര്യ ഭണ്ഡാരത്തിൽ എത്തിക്കാൻ ഇവന് കഴിയുമെന്ന് ഇവന് നന്നായിട്ടറിയാം. എന്നാൽ പൊട്ടൻ ഹാമാനെ, നീ ഇതിന് തന്ത്രം ഒരുക്കുന്നതിന് 4 കൊല്ലങ്ങൾക്ക് പുറകിൽ ഊരും പേരും അറിയിക്കാതെ ഒരു പെൺകുട്ടിയെ എന്റെ ദൈവം രാജസ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ കഴുകുമരത്തെ രാജരഥമാക്കാൻ എന്റെ ദൈവത്തിന്റെ കരം മറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന വിഷയത്തിന് നടുവിൽ നീ അറിയാത്ത ഒരു കരം നിന്റെ തിന്മയ്ക്ക് ഉയരുന്ന ശക്തികൾക്ക് നടുവിൽ നന്മയ്ക്കായി മറഞ്ഞു നിന്ന് വ്യാപരിക്കുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, 5 കൂട്ടം കാര്യങ്ങൾ നാം ജനിക്കുന്നതിന് മുൻപേ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ജനിക്കാൻ അനുവദിക്കുന്നത്. നിങ്ങൾ ഇന്ന് രാത്രി ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്നവരായാലും നേരിട്ട് കേൾക്കുന്നവരാണെങ്കിലും മനസ്സിരുത്തി കേൾക്കണം. നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുമ്പോൾ ഈ ദൂതിന് മുൻപിൽ ആമേൻ പറയുന്ന ദൈവമക്കൾ പറയണം, ഞാൻ ജനിക്കുന്നതിന് മുൻപേ എന്നെ കുറിച്ച് 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ സേവിക്കുന്ന ദൈവം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചത്. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം ഇതിന്റെ പുറകിൽ പ്ലാൻ ചെയ്ത ഒരു കരമുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു കൊച്ചു കഥ ഞാൻ പറയാം. ഗ്രീസിലെ പ്രധാനപ്പെട്ട സങ്കല്പ കഥകളിൽ ഒരു കഥയാണ്. ഒരു രാജാവ്, കേൾക്കുന്നുണ്ടല്ലോ, ഒരു രാജാവ് തൻ്റെ ജീവിത പങ്കാളിയിലുണ്ടായ ആദ്യത്തെ കൊച്ചു കുഞ്ഞുമായി ഒരു ആരാധനാലയം സന്ദർശിക്കുകയാണ്. സന്ദർശനത്തിന്റെ സമയത്ത് ഭാവി പറയുന്ന ഒരു പ്രവാചകി അവരുടെ ആരാധനാലയത്തിൽ ഈ കൊച്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഹോ, നിന്റെ ജന്മം ഭയങ്കരം, അച്ഛനെ കൊല്ലും, അമ്മയെ ഭാര്യയാക്കും, ഹോ, നിന്റെ ജന്മം ഭയങ്കരം. ഇത് കേട്ട് ഭയചകിതനായ രാജാവ് കുഞ്ഞിന്റെ മുഖത്തെ ആ ലാവണ്യത്തിലേക്ക് നോക്കുമ്പോൾ കൊല്ലാൻ തോന്നുന്നില്ലാത്തത് കൊണ്ട് മറ്റൊരു രാജ്യത്തിലെ ഒരു രാജകുടുംബത്തിലേക്ക് കൊടുത്തുവിട്ടു. കാലം മുൻപോട്ട് നീങ്ങി. ഈ രാജാവ് ഈ വസ്തുതകളൊക്കെ മറന്നു. അന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഘോര വൈര്യത്തിലേക്ക് നീങ്ങി. അയൽ രാജ്യത്തുകൂടെ ഒരു രാജകീയ ഘോഷയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എതിർക്കുന്നവനെ ഒറ്റയ്ക്ക് നേരിടുക എന്ന ആ ക്രമീകരണം അനുസരിച്ച് രാജരഥം ഉരുണ്ടു നീങ്ങുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരു യൗവനക്കാരൻ ആ രാജവീഥിയിലേക്ക് ചാടി വീണു. ഒറ്റയ്ക്കിറങ്ങി വരിക, രാജാവുമായി പടയേൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആയോധന കലയിലൂടെ ഇരു രാജാക്കന്മാരും ഈ യൗവനക്കാരും ഈ രാജാവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒടുവിൽ അപ്പനെന്നറിയാതെ ഈ യൗവനക്കാരൻ രാജാവിനെ കൊല്ലുന്നു. പക്ഷെ അവിടുത്തെ ഒരു പതിവുണ്ട്, ആ രാജാവിനെ കൊന്നാൽ രാജാവിന്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ളവരെ തന്റെ ഭാര്യാപദത്തിൽ എത്തിക്കുന്ന ഒരു പതിവ്. രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കുഞ്ഞിനെ മറ്റൊരു രാജ്യത്തേക്ക് കൊടുത്തുവിട്ടത്. പക്ഷെ കാലത്തിന്റെ ക്രമത്തിൽ ആ ഭീകരത അതുപോലെ നിറവേറി. ഞാനത് നടന്ന സംഭവം പറഞ്ഞതല്ല, ഒരു യാഥാർത്ഥ്യം പറയാൻ വന്നതാ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന ദൈവപൈതലേ, നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഒരു പൊട്ടായി പറ്റിപ്പിടിച്ച് വളരുന്നതിന് മുൻപ് നിന്റെ നിത്യത വരെ പ്ലാൻ ചെയ്ത ഒരു കരമാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്ന ദൈവത്തിന്റെ കരമെന്ന് അകത്ത് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ കൈകെട്ടി വാപൂട്ടി ഇരിക്കാതെ വാ തുറന്ന് പറയണം, 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് ഉദ്ധരിക്കുമ്പോൾ, ദൈവദാസന്മാർക്കൊക്കെ അറിയാവുന്ന വാക്യം ഉദ്ധരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആ വാക്യം ഒന്ന് പറയണം.
അവൻ മുന്നറിഞ്ഞവരെ ഒന്ന് വലങ്കരം ഉയർത്തി പറയാമോ? എന്നെ ചിട്ടിക്കെടുത്തതല്ല, എന്നെ പാട്ടത്തിന് കൊണ്ടുവന്നതല്ല, എന്നെ ലേലത്തിന് പിടിച്ചതല്ല, എന്നെ വഴിവക്കിൽ കളഞ്ഞു കിട്ടിയതല്ല. എൻ്റെ ദൈവം എന്നെ മുന്നറിഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് ബോധ്യമുള്ള ദൈവമക്കളായി ഇരിക്കുന്ന ഇരിപ്പിൽ കരമൊന്ന് വീശിക്കൊണ്ട് പറ, ഈ രാത്രി ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ മുന്നറിയപ്പെട്ട ദൈവവൈതലാണ്. മുന്നറിഞ്ഞവരെ, തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എൻ്റെ ദൈവം എന്നെ മുൻ നിയമിച്ചു എന്ന ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? മുൻ നിയമിച്ചവരെ വിളിച്ചും ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചും ആ കരം ഉയർത്തി പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ നീതീകരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. കല്ലറയ്ക്കപ്പുറത്ത് 6 അടി മണ്ണിൽ നീറിത്തീരാനല്ല, പുനരുത്ഥാന ദിനത്തിൽ നിത്യത പുത്രനോടൊപ്പം പങ്കുവെക്കാൻ എൻ്റെ ദൈവം എനിക്ക് തേജസ്കരണത്തിന്റെ ദിനങ്ങൾ കാത്തുവച്ചിരിക്കുന്നു. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. രാത്രി ഇതൊന്ന് അകത്തോട്ട് കയറിയാലേ ഒലക്ക വിഴുങ്ങിയതുപോലെ, ചുക്ക് കഷായം കുടിച്ച പോലെ, വായിൽ തെർമോമീറ്ററും കടിച്ചു പൊടിച്ച് ഡോക്ടറിന്റെ മുൻപിൽ രോഗി ഇരിക്കുന്നത് പോലെ ഇതിനകത്തിരിക്കില്ല. വീട്ടിലിരുന്നു കൊണ്ട് കോട്ടയം മുതൽ ഡൽഹി വരെ ഒരു ടിക്കറ്റ്, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മാസങ്ങൾക്ക് പുറകിലാണെങ്കിലും അന്നത്തെ ദിവസം ആ സമയത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ചൂളം വിളിച്ചടുക്കുന്ന ട്രെയിനിന്റെ ആ സീറ്റിലോട്ട് കയറി ചെല്ലുമ്പോൾ ഡൽഹി വരെ, അഥവാ കോട്ടയം മുതൽ ഡൽഹി വരെ നിനക്ക് വേണ്ടി മാത്രം ആ സീറ്റ് മാറ്റിവെച്ചിരിക്കുന്നത് പോലെ യുഗങ്ങൾക്കും തലമുറകൾക്കും മുൻപ് എൻ്റെ ദൈവം സാധുവായ എന്നെ ആ നിത്യതയുടെ തങ്കത്തെരുവീതിയിൽ തൻ്റെ പുത്രന്റെ മണവാട്ടി പദം അലങ്കരിക്കത്തക്ക വിധം മുൻകണ്ട ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ച് മുൻനിർണയമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ്, ശ്രദ്ധിച്ചു കേൾക്കണേ, എന്താണ് ദൈവത്തിന്റെ അനാദി നിർണയം? എന്താണ് ദൈവത്തിന്റെ അനാദി നിർണയം? ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? യേശു ക്രിസ്തുവിന്റെ കാൽവറിയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? പൗലോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? എങ്കിൽ നീ അനുഭവിക്കുന്ന പരിശോധനയുടെ പുറകിലും ഒരു കരം ചലിക്കുന്നുണ്ട്. അത് തിന്മയ്ക്കല്ല, ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവത്തിന്റെ അനാദി നിർണയം? ആദിക്ക് മുൻപൊരു കാലമുണ്ടെങ്കിൽ അതാണ് അനാദി. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിൽ 2 ആദിയുണ്ട്. ഉൽപ്പത്തി 1:1, യോഹന്നാൻ 1:1. ആ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തിന്റെ അനാദിയുടെ ആദി. മഹാകവി KV സൈമൺ സാർ വേദവിഹാരം കുറിക്കുമ്പോൾ ആമുഖത്തിൽ എഴുതുന്നത് പോലെ, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിൻ അറുതിയില്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാ നീലനീരധിയ ഞാൻ ആദരാൽ വന്നിക്കുന്നേ. നാം സേവിക്കുന്ന പ്രപഞ്ച ചക്രവർത്തിയായ ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായിരിക്കെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാര് കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത ദൈവം ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുരുത്ത തകരയല്ല. അവൻ ഈ പ്രപഞ്ചത്തിന് അനാദി ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഭാവി ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ഭാഗമായി നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, അപ്പോൾ ദൈവത്തിന്റെ അനാദി നിർണയം എന്ന് പറയുന്നത് എന്താണ്? അതൊരു തിരുത്തലോടെ ഞാൻ പറയാം. അത് നമ്മുടെ വിധിയല്ല എന്ന് പറഞ്ഞാൽ ജാതകമല്ല ദൈവത്തിന്റെ അനാദി നിർണയം. ജാതകം വേറെ, അനാദി നിർണയം വേറെ. എന്താണ് ദൈവത്തിന്റെ അനാദി നിർണയം? എന്താണ് മനുഷ്യന്റെ ഇന്ത്യൻ സംസ്കാരത്തിലെ വിധി?
വിധി സത്യമല്ല. വേദപുസ്തകം വിധിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അതെന്റെ വിധിയാണെന്ന് പറയാറില്ലേ? അതിന് ബൈബിൾ അനുകൂലമല്ല. ഞാൻ തത്വം പറയുന്നത് ശ്രദ്ധിക്കണേ. അങ്ങനെ ഒരു വിധി ഇന്ത്യൻ സംസ്കാരത്തിലെ ഒരു വിധി ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ അന്ത്യവിധിക്കാൻ പറ്റില്ല. അതറിയാമോ? എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിന് സ്വതന്ത്ര തീരുമാനമെടുക്കാൻ എനിക്ക് അവകാശമില്ലാത്തതിനാൽ അന്തിമ വിധിക്ക് എൻ്റെ മേൽ അവകാശമില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാനതൊക്കെ പറയാം. ദൈവത്തിൻ്റെ വിധി എന്താണ്? അത് ഞാൻ ഇങ്ങനെ ന്യായീകരിക്കാം നിങ്ങൾക്ക് ബോധ്യമാകാൻ. അന്തിമ വിധി നടക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പത്തിൽ കാണുക. ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഓരോരോ കുറ്റവാളികൾക്ക് അന്തിമ വിധി ദൈവം കൊടുത്തുകൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഫുലാൻ ദേവി ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് മുൻപിൽ വിറച്ചും കൊണ്ട് ഒരാത്മാവ് സിംഹാസനത്തിന് മുൻപിലോട്ട് കയറി വരുന്നു. ചോദിക്കുന്നു, ചമ്പൽക്കാടിനെ വിറപ്പിച്ച കൊള്ളറാണി ഫൂലാൻ ദേവിയാണോ? കുലപാതകിക്കും രക്തച്ചൊരിച്ചിൽക്കാരിക്കും അന്ത്യവിധി നരകമാണെന്നറിയില്ലേ? പൊക്കോ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് ദൈവം വിധി കൽപ്പിക്കുന്നു എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇവൾ പോകുന്നതിന് മുൻപ് തിരിഞ്ഞു നിന്ന് ദൈവത്തോടൊരു ചോദ്യം ചോദിക്കുന്നു എന്ന് വയ്ക്കുക. എന്താ ചോദ്യം എന്ന് ഞാൻ പറയാം. ദൈവമേ പൊക്കോളാം, പക്ഷെ ഒരു ചോദ്യം ഒന്ന് ചോദിച്ച് അങ്ങയിൽ നിന്ന് ഒരു ഉത്തരം കിട്ടിയിട്ട് വേണം എനിക്ക് പോകാൻ. എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് ബാല്യത്തിൽ ക്രൂരമായി ഉപദ്രവിക്കപ്പെടണമെന്നും ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കാൻ കയ്യിൽ ആയുധമെടുത്ത് ചമ്പൽക്കാടിനെ വിറപ്പിക്കുന്ന കൊള്ളറാണിയാകണമെന്നും അവസാനം മര്യാദയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ച് നാട്ടിൽ ഒരു കാറിൽ കയറാൻ നേരത്ത് തലയ്ക്ക് വെടിയേറ്റ് രക്തത്തിൽ കുളിച്ചു വീഴണമെന്നും എന്നെ കുറിച്ച് നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷം ഈ ഭൂമിയിൽ എന്നെ ജനിക്കാൻ അനുവദിച്ച നീയാണ് എൻ്റെ ഈ അഗ്നി നരകത്തിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വായ അടയും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ വിധി എന്നത് അന്തിമ വിധിക്ക് മുൻപിൽ അസാധ്യമാണ്. സ്വതന്ത്ര തീരുമാനമെടുക്കാൻ വ്യക്തികൾക്ക് അവസരമില്ലെങ്കിൽ അന്തിമ വിധിയുടെ ഉത്തരവാദി ദൈവമാകും. അപ്പോൾ പിന്നെന്താണ് ദൈവത്തിന്റെ അനാദി നിർണയം? എന്റെ സ്വാതന്ത്ര്യത്തിന്റെ പിൻപിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സർവജ്ഞാനത്തിന്റെ ഭാഗമാണ് എൻ്റെ ദൈവത്തിന്റെ അനാദി നിർണയം. ഒന്നുകൂടെ വ്യക്തമാക്കാം. യൂദയെ ഒറ്റിക്കൊടുക്കാൻ ദൈവം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എങ്കിൽ ഒറ്റിക്കൊടുത്തതിന്റെ ഉത്തരവാദിത്തം യൂദയ്ക്കല്ല ദൈവത്തിനാകുമായിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ ഒന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. 9 മണി വരെ സംസാരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ 8:18 ഇപ്പോൾ നിർത്താൻ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ 8:18 നിർത്തുമോ 9 വരെ തുടരുമോ എന്ന് ഞാൻ 7:45 പ്രസംഗിക്കാൻ കയറുന്നതിന് മുൻപ് എൻ്റെ സ്വാതന്ത്ര്യത്തിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ സർവജ്ഞാനം ഇത് അറിയുന്നു. ഒന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഒന്ന് ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ യൂദ ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവം തീരുമാനിച്ചതല്ല, യൂദ ഒറ്റിക്കൊടുക്കും എന്ന് ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അവിടുന്ന് അറിയുന്നു. ഇന്ന് സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ നാവുകൾ ചലിക്കും? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന നിന്റെ ശോധന അവസാന അധ്യായത്തിൽ നിന്നെ തകർക്കില്ല. അത് നിന്നെ തേജസ്സോടെ പുറത്തു കൊണ്ടുവരുമെന്ന് അറിയുന്ന ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പരിശോധന എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തി പറയണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഈ ശോധന ഇതിൽ തന്നെ തിന്മയല്ല, ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, പുരുഷന്മാരായി ഞങ്ങൾ നിരന്തരം മീൻകറി വെക്കാറില്ല. നമ്മുടെ സഹോദരിമാരാണ് മീൻകറി വെക്കുന്നത്. കോട്ടയം പത്തനംതിട്ട സ്റ്റൈലിൽ മീൻകറി വെക്കാൻ നന്നായി അറിയാവുന്ന സഹോദരിമാരാണ് നിങ്ങൾ ഇരിക്കുന്നത്.
എന്നാൽ അത്യാവശ്യത്തിന് ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്തെ കയറിയാൽ ഞങ്ങളും മീൻകറി വെക്കും, അല്ലേ? സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ. പൊതുവേ മീൻകറിക്കകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് ചോദിച്ചാൽ ഒരു മലയാളിക്ക് നന്നായിട്ടറിയാം, അല്ലേ? മുളക് പൊടി ഒഴിവാക്കാൻ പറ്റില്ല, ഇഞ്ചി അത്യാവശ്യമാണ്, വെളുത്തുള്ളി ഒട്ടും ഒഴിവാക്കാൻ ഒക്കില്ല, പുളി അത് ഏത് തരമാണെങ്കിലും ഉണ്ടേ പറ്റൂ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഒറ്റയ്ക്ക് പച്ചയ്ക്ക് വെളുത്തുള്ളി വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുമോ? എന്നാൽ സൗകര്യത്തിന് ചില പുളി വായിലിട്ട് നുണയാം എന്ന് വെച്ചാൽ രുചിയുണ്ടോ? മുളക് പൊടി കുറച്ചിരിക്കട്ടെ, മിച്ചർ കഴിക്കുന്നത് പോലെ മുളക് പൊടി ഇച്ചിരി നക്കി കഴിക്കാം എന്ന് വെച്ചാൽ പറ്റുമോ? സ്തോത്രം. ഇതൊന്നും അതിൽ തന്നെ രുചികരമല്ല, ഘ്രാണരസമുള്ളതാണ്, അതിൽ തന്നെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. എന്നാൽ മുളക് പൊടിയും വെളുത്തുള്ളിയും ഈ ദൈവത്തിന് സ്തോത്രം, ഈ പറഞ്ഞ പുളിയും മീൻ കഷണവും കൃത്യാനുപാതത്തിൽ ഒരു ചൂടിൽ തിളച്ചു മറിഞ്ഞ് കൊഴുത്തു വരുമ്പോൾ വായിൽ കപ്പലോടിക്കാം എന്ന് പറയുന്ന മീൻകറിയാക്കി പരിണമിക്കുന്നത് പോലെ ഞാൻ അനുഭവിക്കുന്ന ശോധന അതിൽ തന്നെ തിന്മയാണെങ്കിലും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രോസസ്സിലൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുന്ന ഒരു കരം എൻ്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്നുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കളെ വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, ഹേ പിശാചേ, എനിക്കെതിരെ നീ ഉയർത്തിക്കാട്ടുന്ന ഘോര പോരാട്ടങ്ങൾ എൻ്റെ തകർച്ചയ്ക്കുള്ള കുളം തോണ്ടലല്ല, എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ തല കുമ്പിട്ടിരുന്ന് ഇന്ന് രാത്രി എഴുന്നേൽക്കരുത്. നിന്റെ പുറകിലെ ജീവന്റെ കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് തിന്മയ്ക്കല്ല, അത് തിന്മയ്ക്കല്ല, അത് തിന്മയ്ക്കല്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ ജീവിതത്തിലെ ഈ പരിശോധനയുടെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം ഞാൻ ആത്മാവിൽ കാണുന്നു. ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഇന്ന് രാത്രി ചില വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് വിവേചിച്ച് സംസാരിക്കുകയാണ്. ഏറ്റവും പുറകിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ മുതൽ ഏറ്റവും മുൻപിൽ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വരെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില പ്രിയപ്പെട്ടവർ പറയുന്നു, നിന്റെ തകർച്ചകൾക്ക് നടുവിൽ, നിന്റെ പതനത്തിന് നടുവിൽ, നിന്റെ രാത്രിയുടെ ഏകാന്തതയ്ക്ക് നടുവിൽ, ഉറക്കമില്ലാത്ത രാത്രിയുടെ പതനങ്ങൾക്ക് നടുവിൽ നീ അനുഭവിക്കുന്ന പരിശോധനകളെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കാതെ ഇന്ന് രാത്രി ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ചിട്ട് നിന്റെ കണ്ണുനീരിന്റെ അധ്യായങ്ങളെ നന്മയ്ക്കാക്കി മാറ്റത്തക്ക വിധം ഒരു കരം ഇന്ന് രാത്രി ജീവന്റെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പൈശാചിക ശക്തികൾക്കും ഒരു നരക കവാടത്തിനും ഒരു സാത്താന്യ ആധിപത്യത്തിനും ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഒരു ശാപത്തിന്റെ ബന്ധനത്തിനും തകർക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, അത് അതിൽ തന്നെ തിന്മയാണെങ്കിലും എൻ്റെ ദൈവം നന്മയ്ക്കാക്കി കാര്യം പരിണമിപ്പിക്കും. ഓ ചിരാതൽ ഘടകനൗദരാധികജകൾ ഘടകനൗദരാധികനയാരകനക ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിന് മീതെ നിഴൽ വിരിക്കുകയാണ്. അഭിഷേകത്തിന്റെ തൈല നദി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രി ആത്മാവിൽ തൊടുകയാണ്. നിന്റെ കുടുംബത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന ചില ബന്ധനങ്ങൾ കർത്താവിന്റെ കരം ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. പരിശുദ്ധാത്മാവ് രാത്രി ചില വ്യക്തികളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ തൊടുകയാണ്. നാളെ നടത്താൻ പാതാള ശക്തികൾ നിന്റെ കുടുംബത്തിന് മേൽ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിച്ചു മാറ്റുന്ന രാത്രിയാണ്. ആത്മാവിൽ പറയണം, ഇതെനിക്ക് തിന്മയാണെങ്കിലും എൻ്റെ ദൈവം ഒടുവിലത്തെ അധ്യായത്തിൽ ഒരു നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ വേദപുസ്തക ചരിത്രം പരിശോധിക്കൂ. ഭക്തന്മാർ കടന്നു പോയിട്ടുള്ള പാതകളൊക്കെ സാധാരണ പാതകളല്ല. അവർ കണ്ണുനീരിന്റെ പാതകളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവത്തെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള മനുഷ്യകുലത്തിൽ ആദാം കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാസൻ മോശയാണ്. ആദം മാത്രമാണ് ദൈവത്തെ അവന്റെ സമ്പൂർണ്ണ മഹത്വത്തിൽ വീഴ്ചയ്ക്ക് മുൻപ് നേരിട്ട് കണ്ടത്. പറയാം, അതങ്ങനെ എത്ര നാൾ കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല. സൃഷ്ടിയുടെ ഭാഗമായി
ഇച്ഛ നിർവഹിപ്പാൻ ഉച്ചരിച്ചുണ്ടാക്കിയ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരുപിടി മണ്ണെടുത്ത് തൻ്റെ കരുത്തുറ്റ കരങ്കുലികകളിൽ കരുതിക്കൂട്ടി കളിമണ്ണിൽ കൈക്രിയ നടത്തി ആദമിന്റെ മൺരൂപത്തെ ദൈവം മെനഞ്ഞ് ആ മൂക്കിലേക്ക് ജീവശ്വാസം സന്നിവേശിപ്പിക്കാൻ എന്നൊന്ന് ഊതിക്കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണിമ വെട്ടി ആദ്യം തുറന്നു നോക്കുന്നത് മറ്റാരെയുമല്ല, മഹാദൈവത്തെ നേരിട്ട് കാണുകയായിരുന്നു. അങ്ങനൊരു ഭാഗ്യം മനുഷ്യകുലത്തിന് ആർക്കും കിട്ടിയിട്ടില്ല. 4 മണി വെയിലാറുമ്പോൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് അപ്പനും മക്കളും എന്നതുപോലെയുള്ള ഭാഗ്യം അതൊരു അസാധാരണ ഭാഗ്യമാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യകുലത്തിൽ മഹാദൈവത്തെ നേരിട്ട് കാണത്തക്ക വിധം, എന്തിന്, ആ തേജസ്സിന്റെ ദിവ്യ സാന്നിധ്യത്തിന്റെ ഷെഖൈന മഹത്വം മാനുഷിക ത്വക്കിലേക്ക് ഏറ്റെടുത്തിട്ട് അത് ഇറങ്ങി വരുന്ന സമയം ജനം കണ്ടതിന് ശേഷം, മോശേ നിന്റെ മുഖം പ്രകാശിക്കുന്നു, മൂടുപടമിട്ടുകൊണ്ട് സംസാരിക്കുക എന്ന് പറയത്തക്ക വിധം അസാധാരണ തേജസ് മുഖത്ത് പ്രസരിപ്പിച്ച് പ്രതിഫലിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മോശയാണ്. വടിനീട്ടി കടൽ രണ്ടായി പിളർത്തിയ, എതിരെ മത്സരിച്ച കോരഹ്, നാദാം, അബീരാം, ഓൻ എന്നിവരെ ഭൂമിയെ കൊണ്ട് വായി പിളർത്തി വിഴുക്കിച്ച, കരമുയർത്തി പ്രാർത്ഥനയിൽ ജാഗരിക്കുമ്പോൾ പാളയത്തിൽ യോശുവയുടെ കരത്തിന്റെ പിൻപിലേക്ക് ദൈവശക്തി പ്രവഹിപ്പിച്ച ഒരു വലിയ ശക്തി വ്യാപരിക്കത്തക്ക വിധത്തിൽ എൻ്റെ ദൈവം ഉപയോഗിച്ച ഒരു അസാധാരണ ആളത്വമായിരുന്നു മോശ. എൻ്റെ പാസ്റ്ററൽ ഭാഷയിൽ പറഞ്ഞാൽ 40 കൊല്ലം 30 ലക്ഷം പേർക്ക് ട്രാൻസ്ഫർ ഇല്ലാത്ത പാസ്റ്ററായിരുന്നു മോശ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ മനസ്സ് വല്ലാതെ കലങ്ങി. പർവ്വതത്തിന് മുകളിലോട്ട് ചെന്ന് ദൈവസന്നിധിയിൽ കവിണ് വീണുകൊണ്ട് പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നെ കൊന്നു കളയണമേ, എന്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. അർത്ഥം എന്താ? വയ്യ, വയ്യ, ഇനിയും പിടിച്ചു നിൽക്കാനുള്ള കരുത്തെനിക്കില്ല, എനിക്ക് മരിക്കണം, എനിക്കിനിയും ശ്വാസം നിലനിർത്താതെ ആത്മഹത്യ ചെയ്യാൻ മനസ്സ് വരുന്നില്ല, എന്റെ ജീവൻ എടുത്തോണേ. ഈ ദൂതിന്ന് രാത്രിയിൽ ഞാനിവിടെ പങ്കുവയ്ക്കുമ്പോൾ രണ്ടാമതൊരാളോട് തുറന്നു പറയാൻ കഴിയാത്ത വിധത്തിൽ മനസ്സ് കലങ്ങിയ ഒരാൾ ഇതിനകത്തിരിപ്പുണ്ടോ? അസാധാരണമായൊരു തേജസ് നിന്റെ മേൽ ഇന്ന് രാത്രി ഇറങ്ങിത്തൊടുന്ന രാത്രിയാണ്. നിന്നെ കുറിച്ചുള്ള ദൗത്യം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ, നിന്റെ കണ്ണടയാൻ സമ്മതിക്കാത്ത ഒരു തേജസിന്റെ കരം ഈ രാത്രി നിന്റെ പിൻപിൽ ബലത്തോടെ വ്യാപരിക്കുന്നു. ദൈവാത്മാവ് രാത്രി പറയുന്നു, അസാധാരണ പ്രതിസന്ധികൾക്കകത്ത് അസാധാരണ ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, നിങ്ങൾ അറിയുമോ ദൈവത്തിന്റെ ദാസൻ ഇരമ്യാവിനെ പറഞ്ഞ ഭാഷ നിങ്ങൾക്കറിയാമോ? ഈ മനസ്സ് തകരുക എന്ന് പറഞ്ഞാൽ, മാനസിക അവസ്ഥയുടെ താളം തെറ്റുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ല. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, ഭൂതവും കൂടെ കയറിയാൽ എങ്ങനെ ഇരിക്കും എന്ന് ഒരു മലയാള ചൊല്ലുണ്ട്. ഇതുപോലെ മനസ്സൊന്നാമതെ കലങ്ങി നിൽക്കുമ്പോൾ ചില ഭാരം കൂടെ കയറിയാൽ ആളിന്റെ സ്ഥിതി, പുരുഷനായാലും സ്ത്രീ ആയാലും മഹാഗതികളാണ്. ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം, ഒരു മനുഷ്യൻ ഷെയ്വ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു കാരയിൽ കയറി ബ്ലേഡ് എന്നുടക്കി അല്പം ചോര വന്നു. രാവിലെ 8 മണിയാണ് സമയം. ഭാര്യ പിള്ളേർ 2 പേരെ സ്കൂളിൽ വിടാൻ വല്ലാത്ത തിരക്കിലാണ്. എന്ത് കാര്യത്തിനും ഭാര്യയുടെ ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് നമ്മുടെ കഥാപാത്രം. ഇദ്ദേഹം ഓടിച്ചെന്ന് ഭാര്യയോട് ഡീ ചോര എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ ആ സമയത്ത് സഹോദരിമാരെ വിഷമിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രതികരണം. 2 കൈയും കൂടെ ഏണത്തോട്ട് വെച്ചിട്ട് ഒരു പറച്ചിൽ, ഓ മനുഷ്യ, 10 മിനിറ്റിനുള്ളിൽ സ്കൂൾ ബസ് വരും, ഒന്ന് കയറ്റി വിട്ടോട്ടെ എന്നൽപ്പം ശബ്ദം ഉയർത്തി നമ്മുടെ കഥാപാത്രം. എന്തായാലും വേണ്ടില്ല, പിന്നെ അനക്കൊന്നും കേട്ടില്ല. സ്കൂൾ ബസ് വന്നു. ഇത് അമ്മൂമ്മക്കഥയും ബോമനും മോളിയും ഡാക്കിരി അമ്മൂമ്മയൊന്നും അല്ല, നടന്ന സംഭവമാണ്.
സ്കൂൾ ബസ് വന്നു. ആളിനെ പിള്ളേരെ കയറ്റി വിട്ടതിന് ശേഷം പപ്പായേ പപ്പായേ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കതകിന് കൊട്ടിയപ്പം അകത്തുനിന്ന് ഊറ്റിയിട്ടിരിക്കുന്നു. എന്തോ അസ്വാഭാവികത തോന്നി. പിൻഭാഗത്തൂടെ ചെന്ന് ജനലിലെ കർട്ടനൊന്ന് പൊക്കി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഫാനയിൽ കെട്ടി ഞാന്ന് കിടപ്പുണ്ട്. ആ മാനസിക തകർച്ചയ്ക്ക് നടുവിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു വാക്കിന് അവസരമില്ലാഞ്ഞതുകൊണ്ട് ആ കടുങ്കൈ സംഭവിച്ചതാ. ഞാൻ ഈ രാത്രി പറയാം, ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന ദൈവദാസന്മാരും ആരും അമാനുഷികരല്ല. അസാധാരണ മാനസിക തകർച്ചകൾ നിങ്ങളെയും പിടിമുറുക്കാം. എന്നാൽ കിണറിന്റെ കപ്പിയിൽ കയറില്ലാഞ്ഞതുകൊണ്ടല്ല, ആസിഡ് ഉറയൊഴിക്കാൻ വെക്കുന്നിടത്ത് തനി ആസിഡ് ഇല്ലാഞ്ഞത് കൊണ്ടല്ല, പരിശോധനയ്ക്ക് നടുവിൽ പിടിച്ചു നിൽക്കാൻ നിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയുടെ മഹത്വം തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി പറയണം, എന്റെ ജീവന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്ക് തന്നെ. നിങ്ങൾക്കറിയാമോ, ഇരമ്യാവെന്ന ദൈവദാസൻ മാനസിക വേദനയോടെ പറഞ്ഞ വാക്കുകൾ ഏറെ ഹൃദയഭേദകമാണ്. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? ആ പദത്തിന്റെ വാക്കിന്റെ ഊക്ക് എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? മനസ്സ് വല്ലാതെ കലങ്ങുകയാണ്. മനസ്സ് വല്ലാതെ കലങ്ങുന്നു. അയ്യോ, എന്റെ ജനത്തെ വിട്ട് പൊയ്ക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഈ ദൂതിന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ ശുശ്രൂഷയുടെ ഗുണഭോക്താക്കളിൽ നിന്നും നീ അനുഭവിക്കുന്ന മാനസിക വേദനകൾക്ക് നടുവിൽ വിശദീകരിക്കാൻ കഴിയാത്ത ടെൻഷൻ അനുഭവിച്ച് മരണം പോലും കൊതിച്ച് ഒരഭിഷിക്തന്റെ വായിൽ നിന്ന് വരാൻ ഒരിക്കലും പാടില്ലാത്ത വേദനിപ്പിക്കുന്ന വാക്കുകൾ പുലമ്പുന്ന ഒരു വ്യക്തി ഇതിനകത്തുണ്ടെങ്കിൽ നിന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി 9 മണിക്ക് മീറ്റിംഗിന്റെ അവസാന കുത്തിടും മുൻപ് സൈക്കാട്രിസ്റ്റിന് കഴിയാത്ത, രക്തത്താൽ ജയം അധികാരികൾക്ക് കഴിയാത്ത ഒരു ദൈവശക്തിയുടെ പ്രവാഹം നിന്റെ സിരകളിലേക്ക് ഇറങ്ങി പ്രവഹിക്കുന്ന രാത്രിയാണ്. നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ പൂർത്തിയാക്കുന്നത് വരെ ഒരു കരം നിന്റെ പുറകിൽ ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെ. ശബ്ദം ഉയർത്തി കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഇന്ന് രാത്രി ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, വലത് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തലയിൽ കൈവച്ച് ആലോചന വിളിച്ചു പറയുന്നു, നീ കര പറ്റുകയില്ല, നീ തറ പറ്റുമെന്ന് പറയുന്നവരുടെ നടുവിൽ നിന്റെ കുടുംബത്തിന്റെ ജീനിയോളജിയെ മാറ്റിക്കുറിച്ച് നിന്റെ തകർച്ച കാണാൻ കാത്തിരുന്ന കണ്ണുകൾക്ക് നടുവിൽ നിന്റെ കുടുംബത്തിന്റെ ഭാവിയെ പണിയുന്ന ഒരു അദൃശ്യ കരം നിന്റെ ജീവന്റെ പുറകിൽ ഇന്ന് രാത്രി നിഴൽ പോലെ നിൽക്കുന്നു. അത് ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞിട്ട് വിളിച്ചു പറയണം, എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല. എനിക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കും. ഇന്ന് രാത്രി വ്യാപരിക്കുന്ന ദൈവകൃപ ചില വ്യക്തികളെ പൊതിയുകയാണ്. അസാധാരണമായ ദൈവശക്തിയാൽ നിന്റെ നിരാശയുടെ മേൽ ദൈവാത്മാവി രാത്രി ഒരു പുതിയ അധ്യായം കുറിക്കുന്ന രാത്രിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ നിയോഗത്തോടെ പറയട്ടെ, ഭൂതബാധയല്ലാത്ത മനസ്സിൽ വേദന അധികരിക്കുമ്പോൾ വല്ലാതെ ഭരിച്ചാൽ തകർന്നു പോകുന്ന 10ഓളം മാനസിക പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ പ്രതിഭാസത്തിന്റെ ഭാഗമാണ്. ഡിപ്രഷൻ, ദൈവത്തിന് സ്തോത്രം, ഹാലൂസിനേഷൻ, ഓവർ ആങ്സൈറ്റി, അനുബന്ധമായ വിഷയങ്ങൾ പലതും മനസ്സിനെ വല്ലാതെ കലക്കിയിട്ട് ശരീരത്തിന്റെ കെമിക്കൽ ബാലൻസ് തകർക്കുമ്പോൾ നിന്റെ മേൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ നിനക്കെതിരെ നീങ്ങുന്ന ചില നീക്കങ്ങളുടെ വഴി തിരിച്ചു വിട്ടിട്ട് എന്റെ ദൈവത്തിന്റെ കരമുയർത്തിയാൽ നിന്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമാകുന്നതിന് നിന്റെ കണ്ണുകൾ തുറക്കത്തക്ക വിധം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മേൽ ദൈവത്തിന്റെ കരമുയരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ,
ഒരു 3 ഡെഡ് ബോഡികൾ ഒരുപോലെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നാട്ടുകാരാ വീടിനെ കുറിച്ച് എന്തു പറയും? മുടിഞ്ഞു, ഇനി ഈ കുടുംബം തലപൊക്കില്ലെന്നേ പറയൂ. സാധാരണ നിലയിൽ ഭർത്താവ് മരിച്ചാലും ആരോഗ്യമുള്ള ആൺമക്കൾ ഉണ്ടെങ്കിൽ അമ്മമാർ കരയുന്നുണ്ടെങ്കിലും പറയും, വേദനയാണ്, സഹിക്കാൻ വയ്യ, വൈധവ്യം ദുഃഖകരമാണ്. പക്ഷെ വൈധവ്യത്തിനപ്പുറം അനാഥത്വമില്ലല്ലോ. എന്നെ നോക്കാൻ എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ കുഞ്ഞുണ്ടല്ലോ. എന്നാൽ ഞാനിന്ന് രാത്രി നിങ്ങളെ ഒടുവിലത്തെ മിനിറ്റുകളിലേക്ക് വരുമ്പോൾ ഒരു വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ഭർത്താവിൻ്റെ ശവമഞ്ചം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അധികം താമസിക്കാതെ 2 ആൺമക്കളുടെ ഡെഡ് ബോഡി കൂടെ പുറത്തുപോയി. മംഗളോൻ, കില്ലിയോൻ, എലിമലേക്ക് 3 ശവങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇല്ല, ഇനി ഈ കുടുംബം തലപൊക്കില്ല, ഈ കുടുംബം കെട്ടോടെ തകരും. എന്നാൽ ഞാൻ പറയട്ടെ, 3 ഡെഡ് ബോഡികൾ പുറത്തു പോയ വീടിനെ നോക്കി നാട്ടുകാരെന്ത് വിധി എഴുതിയാലും ആ രൂത്തിൽ നിന്നും ഒരു ശൽമോനെ പുറത്തു കൊണ്ടുവന്ന് ദാവീദിന്റെ വല്യമ്മച്ചി പദം അലങ്കരിപ്പിച്ച് യേശുവിന്റെ വല്യമ്മച്ചിയാക്കി, വല്യപ്പച്ചനാക്കി ആ കുടുംബത്തിന്റെ ജീനിയോളജി മാറ്റി കുറിച്ചവനാണ് ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി വിഷയം പ്രാർത്ഥനയോടെ കർത്തൃകരങ്ങളിൽ കൈമാറിയാൽ ഒരിക്കലും തലപൊക്കില്ലെന്ന് നിന്നെ നോക്കി വിധി എഴുതുന്നവരുടെ നടുവിൽ നിന്റെ ഭാവി തിരുത്തി കുറിക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരം ബലത്തോടെ ചലിക്കുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറ, എൻ്റെ ജീവന്റെ പുറകിലെ കരം ഞാൻ ആത്മാവിൽ കാണുന്നു. അത് തിന്മയ്ക്കല്ല, അത് ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്ക് തന്നെ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ അധരങ്ങൾ സ്തോത്രത്തോടെ ചലിക്കട്ടെ. അഭിഷേകത്തിന്റെ വിടുതൽ അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, ആ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുകയാണ്. ഒരു അസാധാരണ ദൈവിക വിടുതൽ ചില പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളിലേക്ക് ആത്മാവിൽ പാഞ്ഞിറങ്ങുകയാണ്. നിന്റെ കോശങ്ങളെ അടക്കി ഭരിക്കുന്ന, നിന്റെ മനസ്സിനെ ഉലച്ചുകൊണ്ടിരിക്കുന്ന, രാത്രിയുടെ ഉറക്കത്തെ തകർക്കുന്ന, നിന്റെ ഭാവിയെ ഇരുളിലേക്ക് തള്ളിവിടുന്ന ചില വ്യാപാര ശക്തികളുടെ ബന്ധനങ്ങളെ അഴിച്ചുമാറ്റി ഒരു അസാധാരണ കർമ്മവീര്യം നിന്റെ സിരകളിൽ പകർന്ന് ഒരു പുതിയ ബലത്തോടെ ഇന്ന് രാത്രി നിന്നെ ഇറക്കി വിടേണ്ടതിന് എൻ്റെ ദൈവത്തിന്റെ കരം വിശ്വാസികൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ആത്മാവിൽ ചലിക്കുന്നു. അത് ഈ പുൾപിറ്റിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ വചനം കേൾക്കുന്ന നിങ്ങളുടെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവിൽ പ്രവഹിക്കുകയാണ്. ആത്മാവിൽ പറയണം, എൻ്റെ ജീവന്റെ പുറകിൽ ഞാൻ വിശ്വാസ കണ്ണുകളാൽ ആ ദൈവപ്രവൃത്തി കാണുന്നു. എൻ്റെ തല കുനിക്കാൻ അനുവദിക്കാതെ ഈ പരിശോധനയെ ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി പരിണമിപ്പിക്കും. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹോരേബിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, സീനായിൽ മൂടിയിറങ്ങിയ ദൈവത്തിന്റെ തേജസ്, ദമസ്കോസിന്റെ പടിവാതിക്കൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്, ഇന്ന് രാത്രി ആരാധനയ്ക്ക് നടുവിൽ ദൈവത്തിന്റെ തേജസ് ഈ ഗ്രൗണ്ടിൽ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ശരീരത്തെ പൊതിയുകയാണ്. ആ മുൾപ്പടപ്പിനെ ദൈവത്തിന്റെ തീജ്വാല പൊതിഞ്ഞു നിന്നതുപോലെ ഇരുന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും അറിയത്തക്ക വിധം പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരത്തിന്റെ ജീനിനെ തകർക്കത്തക്ക വിധം, നിന്റെ മനസ്സിന്റെ സമനിലയെ ഉടച്ചു കളയേണ്ടതിന്, വാദിക്കുന്ന ആധിപത്യങ്ങളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി ബലത്തോടെ വ്യാപരിക്കുന്നു. തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി പറയട്ടെ, എൻ്റെ ജീവന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്ക് തന്നെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. പരിശുദ്ധാത്മാവിലെ വ്യക്തികളുടെ മേൽ ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, മനോമണ്ഡലത്തെ ബന്ധിച്ചിരിക്കുന്ന ആധിപത്യങ്ങളെ ആത്മമണ്ഡലത്തിൽ ദൈവാത്മാവ് അഴിച്ചെടുക്കുന്ന അസാധാരണമായ ആത്മവ്യാപാരത്താൽ ശരീരത്തിന്റെ കോശങ്ങളെ ആധിപത്യം പുലർത്തി അടിച്ചമർത്തിയിരിക്കുന്ന നിരാശയുടെ കടുങ്കെട്ടുകളെ കർത്താവ് അഴിച്ചു മാറ്റുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പറയുക, എൻ്റെ ജീവന്റെ പുറകിൽ ആ കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെ.
ഞാനിന്ന് രാത്രി ചോദിക്കട്ടെ, ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പഠിച്ചു നോക്കൂ. വേദപുസ്തക ചരിത്രത്തിലെ സകല ഭക്തന്മാരും അസാധാരണ ശോധനകളിലൂടെ കടന്നുപോയവരാണ്. അവരുടെ മനസ്സ് വല്ലാതെ കലങ്ങിയിട്ടുണ്ട്. എൻ്റെ രക്ഷകൻ ഉൾപ്പെടെ ആ രംഗം അഭിമുഖീകരിച്ചവനാണ്. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി ഗോൽഗോത്തയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ഗതസമൻ ആരാമത്തിൽ കരഞ്ഞ് കവിണ് വീഴുമ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നു നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ ഇന്ന് രാത്രിയിൽ ചില വ്യക്തികൾക്കുള്ള ദൈവാലോചനയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ജഡത്തിന് സഹിക്കാൻ കഴിയാത്തതാണെങ്കിലും എൻ്റെ കൊതി വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ ഹിതം മതി എന്ന് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളുടെ മേൽ അസാധാരണ ബലം പകരുകയും നിന്നെ ധൈര്യപ്പെടുത്താൻ ഒരു ദൂതൻ ഗതസമനയിൽ ഇറങ്ങിയതുപോലെ ഈ രാത്രി ശുശ്രൂഷയ്ക്ക് നടുവിൽ അദൃശ്യമായ ദൈവ സാന്നിധ്യം ദൂതന്മാരുടെ ശുശ്രൂഷ പോലെ ഇവിടെ അനുഭവിക്കത്തക്ക വിധം വ്യക്തികളെ കർത്താവ് രാത്രി തൊടുകയാണ്. ശബ്ദം ഉയർത്തി പറയാം, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കട്ടെ, ശലോമോന്റെ സമൃദ്ധിക്ക് പുറകിൽ വ്യാപരിച്ച സാത്താന്റെ കണികളും ദാവീദിന്റെ പരിശോധനയ്ക്ക് പുറകിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപകളും തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തു. ഞാൻ ഒരിക്കൽ കൂടി പദം ആവർത്തിക്കാം. ശലോമോന്റെ സമൃദ്ധിക്ക് പുറകിൽ വ്യാപരിച്ച പിശാചിന്റെ കണികളും ദാവീദിന്റെ പരിശോധനയ്ക്ക് പുറകിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപകളും തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ആ പരിശോധനയുടെ പുറകിൽ ഒരു കൃപയുടെ കരം ഞാൻ കാണുന്നു. പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കറിയാമോ? എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറന്നുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യൻ, എൻ്റെ പ്രാണസ്നേഹിതൻ. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ജന്മം കൊടുത്ത മകൻ അപ്പനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി കൊടുങ്കാറ്റുപോലെ അടുക്കുമ്പോൾ, തൻ്റെ ഉറ്റമിത്ര പോലും കാലുമാറി ചവിട്ടിയപ്പോൾ, തൻ്റെ വിശ്വസ്ത മന്ത്രി അഹീതോഫേൽ ഏറ്റവും മ്ലേച്ഛമായ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുമ്പോൾ, കൊട്ടാരം വിട്ട് തലയിൽ പൂഴിവാരി എറിഞ്ഞ് ചെരുപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം കയറുമ്പോ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ, ആ കരച്ചിൽ തിരിച്ചറിയുന്ന നിങ്ങൾ ആത്മാവിൽ പറയണം, ഇതിന്റെ പുറകിൽ എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ എഴുന്നേറ്റു. ഞാൻ ഈ രാത്രി ഈ വേദിയിൽ നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരോടും ആത്മാവിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, കണ്ണുനീരിന് മുൻപിൽ ദൈവത്തിന്റെ കരം ഉയർന്നപ്പോൾ എൻ്റെ ദൈവം കാര്യങ്ങളെ തിരിച്ചു കറക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ കണ്ണുനീരിന് മുൻപിൽ ദൈവത്തിന്റെ കരം ഉയരുമ്പോൾ എൻ്റെ ദൈവം കാര്യങ്ങളെ തിരിച്ചു കറക്കും. നിമിഷ നേരം കൊണ്ട് അവൻ യാത്ര ചെയ്ത കോവർ കഴുതയെ എൻ്റെ ദൈവം ആരാച്ചാരാക്കി മാറ്റി. അവന്റെ തലയിലെ അഭിമാനമായ തലമുടിയെ എൻ്റെ ദൈവം കുലക്കയറാക്കി മാറ്റി. മുൻപിൽ ഉയർന്നു നിന്ന കരിവേലകത്തെ എൻ്റെ ദൈവം കഴുകുമരമാക്കി മാറ്റി. പ്രാർത്ഥിക്കുന്ന നിന്റെ കരച്ചിലിന് മുൻപിൽ എൻ്റെ ദൈവത്തിന്റെ കരമെഴുന്നേറ്റാൽ ചില പ്രത്യേക നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്ന് രാത്രി കേൾക്കുന്ന വ്യക്തികൾ ആത്മാവിൽ ഏറ്റെടുത്തിട്ട് പറ, എൻ്റെ ശോധനയുടെ പുറകിൽ ഞാൻ അറിയാത്ത ഒരു കരം ചലിക്കുന്നു. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക് തന്നെ. നിങ്ങൾക്കറിയാമോ, വേദപുസ്തക ചരിത്രത്തിൽ ശാരീരിക കരുത്തുകൊണ്ടും മാനസിക കരുത്തുകൊണ്ടും അസാധാരണ വീര്യം പ്രവർത്തിച്ച വ്യക്തിയാണ് ദൈവത്തിന്റെ ദാസൻ ഏലിയാവ്. ഏലിയാവിന്റെ ശാരീരിക കരുത്ത് എങ്ങനെയായിരുന്നു? അസാധാരണമായിരുന്നു. സ്തോത്രം. വേട്ടപ്പട്ടികൾ പോലെ കാവൽ നിൽക്കുന്ന കരിമ്പൂച്ചകളെ ഭയപ്പെടാതെ തിസ്ബിയുടെ മലം ചരിവുകളിൽ നിന്നും പാഞ്ഞ് കൊട്ടാരത്തിലോട്ട് കയറിച്ചെന്ന്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകയില്ലെന്ന് കൽപ്പിക്കണമെങ്കിൽ അത് മനസ്സിന് അസാധാരണ ബലം വേണം. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ.
മടപ്പലകയുടെ ഇടയിലെ എലിയുടെ ബലമല്ല, അസാധാരണമായി തൻ്റെ ഉള്ളിൽ വ്യാപരിച്ച ഒരു കരുത്തുകൊണ്ടാണ് ആ പ്രഖ്യാപനം നടത്തിയത്. കാക്കച്ചുണ്ടിൽ നിന്നും കെരീത്തിൽ അനുഭവിച്ചതിന് ശേഷം ഇടവഴിയിൽ രാജാവിനെ കണ്ടപ്പോൾ നീയും നിന്റെ പിതൃഭവനവും എന്ന് പറയണമെങ്കിൽ ആ മനോബലം അസാധാരണമാണ്. ദൈവത്തിന് സ്തോത്രം. ശാരീരിക ബലം എങ്ങനെയുണ്ടായിരുന്നു? അതെ, ഈജിപ്ഷ്യൻ പെൺകുതിരകളെ കെട്ടി ഓടുന്ന ആഹാബിന്റെ രാജരഥത്തിന് മുൻപിൽ പായണമെങ്കിൽ അതിന് ശാരീരിക ബലം അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ ഏലിയാവ് സാധാരണ കരുത്തനല്ല, അസാധാരണ കരുത്തനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒറ്റ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ തീ യാഗപീഠത്തിൽ ഇറക്കി കത്തിച്ച സ്തോത്രം ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരെ വെട്ടി നുറുക്കാൻ കർമ്മമേഖലയിൽ യുദ്ധവീരനായി മാറിയ ഈ ദൈവഭൃത്യൻ അധികം താമസിക്കാതെ ചൂരച്ചെടി തണലിൽ ഇഴഞ്ഞു കയറിയിട്ട് പറയുകയാണ്, മതി മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണം. ആത്മഹത്യ ചെയ്യാൻ മനസ്സ് അനുവദിക്കുന്നില്ല, പക്ഷെ ജീവിക്കാൻ കൊതിയില്ല, മരണം കൊതിക്കയാണ്. ഈ ദൂതിന്ന് രാത്രി ഈ പുൾപിറ്റിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ കണ്ട് കൈകൊടുക്കുകയും ചിരിക്കുകയും ചെയ്യുമെങ്കിലും ഉള്ളിൽ നിരാശയുടെ കമ്പിളിക്കെട്ട് ബന്ധിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ മനുഷ്യന്റെ കൈവെക്കാതൊരു സ്വാതന്ത്ര്യം ഇന്ന് രാത്രി യോഗത്തിൽ ദൈവാത്മാവ് പകരുകയാണെന്ന് മാത്രമല്ല, ഈ ഓൺലൈൻ മീഡിയയിൽ പോലും ദൈവ സാന്നിധ്യം വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്നു. നിന്റെ മനസ്സിനെ ഉലയ്ക്കുന്ന വിഷയങ്ങളുടെ മേൽ അസാധാരണ ദൈവപ്രവർത്തികൾ വ്യാപരിക്കുന്നു. രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, അത് നാളെ രാത്രിയല്ല, അത് ഇന്ന് രാത്രി ഈ 8:50 എന്റെ ദൈവത്തിന്റെ കരത്താൽ സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ ദാസൻ ഏലിയാവേ, ഒരു നിമിഷം നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ധ്യാനിക്കുമോ? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ. ഏലിയാവിന്റെ മുമ്പേ ഞാൻ പറഞ്ഞ ഭാഷ കടമെടുത്ത് ഇന്ത്യൻ ഭാഷയിൽ പറയുക, ജാതകം ഒന്ന് പരിശോധിക്കണം. അതിനകത്ത് ഇതായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിസ്ബിയുടെ മലം കാടുകളിൽ പ്രാർത്ഥനാ വീരനായി തുടരണം. ഒരു പ്രത്യേക സമയം കൊട്ടാരത്തിൽ വന്ന് രാജാവിന്റെ മുഖത്ത് ചൂണ്ടി ദൂതറിയിക്കണം. ഒടുവിൽ കാക്കച്ചുണ്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച് അതിശക്തനായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണം. ഒടുവിൽ അഗ്നി അശ്വരഥങ്ങൾ ഇറങ്ങി വന്ന് അതിന്മേൽ കയറിയിരുന്ന് ഏലിശ നോക്കി നിൽക്കെ പറുദീസയിലേക്ക് പറന്നു കയറണം. സ്തോത്രം. അവിടെ നിന്ന് ഭൂമിയിലേക്ക് എൻ്റെ രക്ഷകൻ വരുമ്പോൾ അവന് ധൈര്യം പകരാൻ മറുരൂപമലയിൽ വെളിപ്പെട്ടിറങ്ങണം. ആ കാഴ്ച മോശയും ഏലിയാവും കൂടെ നിൽക്കുന്ന ആ കാഴ്ച, സ്തോത്രം, പത്രോസും യാക്കോബും യോഹന്നാനും പച്ച കണ്ണുകൾ കൊണ്ട് കാണണം. ഒടുവിൽ ദൗത്യം പൂർത്തിയാക്കി പറുദീസയിലേക്ക് മടങ്ങണം. മണർകാട് യോഗം നടക്കുന്ന സമയം പച്ച മനുഷ്യ ശരീരത്തിൽ മഹാദൈവത്തിന്റെ സന്നിധിയിൽ പ്രത്യേകം വസിക്കണം. ഒടുവിൽ എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡയുടെ സമയത്ത് ദൈവത്തിന് സ്തോത്രം, സകല വെബ്സൈറ്റുകൾ നോക്കി നിൽക്കെ പലസ്തീന്റെ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൗത്യം പൂർത്തീകരിച്ച് എതിർ ക്രിസ്തുവിന്റെ കയ്യാൽ കൊല്ലപ്പെട്ട് കാലൂന്നി എഴുന്നേറ്റ് പറുദീസയിലേക്ക് മടങ്ങണം. അങ്ങനെയാണെങ്കിൽ യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ, ആ പ്രയോഗം ഞാൻ ആവർത്തിക്കുകയാണ്, യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം പ്ലാൻ ചെയ്ത നീയാണോ നാളെ പട്ടി തിന്ന് തീർക്കേണ്ട ഒരുത്തിയുടെ ഭീഷണിക്ക് മുൻപിൽ മരണം കൊതിക്കുന്നത്? ഈ ദൂത് ഇന്ന് രാത്രി പുൾപിറ്റിൽ നിന്ന് ചില വ്യക്തികൾക്ക് നേരെ ആത്മാവിൽ പ്രവഹിക്കുന്നു. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവാഭിഷേകവും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്നെങ്കിൽ പറയണം, ഇല്ല. നിരാശയുടെ ചങ്ങലക്കെട്ടുകളെ തകർത്തുകൊണ്ട് അസാധാരണ ധൈര്യം എന്റെ സിരകളിൽ വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദം ഉയർത്തി വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ഒരധരം പോലും ഇന്ന് രാത്രി പൂട്ടിയിരിക്കരുത്. ശബ്ദം ഉയർത്തിയെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. മനസ്സിനെ വല്ലാതെ കശക്കിയെറിയുന്ന, ഹൃദയത്തെ വല്ലാതെ നിരാശയുടെ നീർച്ചുഴിയിൽ നിപതിപ്പിക്കുന്ന, ഒറ്റയ്ക്ക് രാത്രിയുടെ ഏകാന്തതകളെ പകൽ മണിക്കൂറുകൾ പോലെ ആക്കത്തക്ക വിധം നിന്റെ ശരീരത്തിന്റെ ജൈവ ഘടികാരത്തെ തകർക്കുന്ന ചില സാധാന്യ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി ശുശ്രൂഷ നടക്കുന്ന
നടക്കുന്നതിനിടയിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് കർത്താവ് രാത്രി അഴിച്ചെടുക്കുന്ന രാത്രിയാണ്. സ്റ്റേജിലായിരിക്കുന്ന കർത്തൃദാസന്മാരെല്ലാവരും ആത്മാവിൽ ഇന്ന് രാത്രി ഈ സദസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് രാത്രി ഇത്രയും പേരെ മാത്രമല്ല ഈ വേദിയിൽ കാണുന്നത്, ഒരു വലിയ സമൂഹത്തെ ആത്മകണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഈ രാത്രി ഈ ദൂത് ഇവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില മുറികൾക്കകത്തേക്ക് ആത്മഹത്യയുടെ കെട്ടിനെ അഴിച്ചു മാറ്റാൻ യേശുവിൻ്റെ കരം ഇറങ്ങിച്ചെല്ലുകയാണ്. ഒരു ദൈവാഭിഷേകത്തിന്റെ ചലനം ചില വ്യക്തികളെ ഞാൻ ആത്മാവിൽ കാണുന്നു. നിരാശകൾ ബന്ധിച്ചിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവാഭിഷേകത്തിന്റെ ബലം വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, അതുകൊണ്ട് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലതും നിനക്ക് നൽകാതിരിക്കുമോ? പറുദീസയുടെ വാഗ്ദത്തം വരെ നിന്റെ മേൽ പകർന്നിരിക്കെ അത് തകർത്ത് നിന്റെ മനസ്സിനെ ആ നിരാശയുടെ നീർക്കയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വാദിക്കുന്ന ബന്ധനത്തെ കർത്താവിന്റെ കരമിന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുക. വ്യക്തികളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഞാൻ ഇന്ന് രാത്രി പറയാം, നിന്റെ മനസ്സിനെ കലക്കുന്ന ആ ദുഷ്ടശക്തികളെ അഴിച്ചു മാറ്റാൻ സാധ്യതയുള്ള ഒരു ശക്തി വ്യാപരിക്കുന്നെങ്കിൽ അത് യേശുവിൻ്റെ കാൽവറി രക്തത്തിൻ്റെ ശക്തിയാണ്. ഒരു നിമിഷം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെല്ലാം എന്നെ കണ്ണു തുറന്ന് ശ്രദ്ധിക്കണം. ഇവിടുത്തെ എത്രയോ മഹാന്മാർ മരിച്ചിട്ടുണ്ട്, ബുദ്ധിരാശസ്തന്മാർ മരിച്ചിട്ടുണ്ട്, യുഗപ്രഭാവന്മാർ മരിച്ചിട്ടുണ്ട്, സമുദായ പരിഷ്കർത്താക്കൾ മരിച്ചിട്ടുണ്ട്. അതെ, തത്വജ്ഞാനത്രയങ്ങളായ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഇവരുൾപ്പെടെയുള്ളവർ മരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മരണത്തെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന രംഗമൊന്ന് കാണണം. ഞാൻ പറയാം, ആത്മാവിലത് കാണുന്ന ദൈവമക്കളുടെ മേലൊരു അസാധാരണ ധൈര്യം വ്യാപരിക്കും. നിങ്ങൾ ഗോൽഗോത്തയിലേക്ക് നോക്കുക. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഇതാ ഒരു മാംസത്തുണ്ട് തൂങ്ങിക്കിടക്കുകയാണ്. എൻ്റെ രക്ഷകൻ. തലയിൽ മുൾമുടിയുണ്ട്, ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുകയാണ്. ആ രണ്ട് കൈകളും തൂങ്ങിക്കിടക്കുമ്പോൾ ആ രണ്ട് മുട്ടുകളും മടങ്ങിക്കിടക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ആ കാലിലെ മുറിവിലേക്ക് ശരീരഭാരം ഏൽപ്പിച്ച് പെടച്ചു പൊങ്ങണം. അവസാനമായി ഒരാഗ്രഹം, ഒരു പൂർത്തീകരണത്തിന്റെ വാക്ക് പറയണം. എൻ്റെ രക്ഷകൻ ഒടുവിൽ അവസാനമായി തൻ്റെ വാക്കുകൾ പറയാൻ പ്രവചന നിവർത്തിയിലേക്ക് തൻ്റെ പാദം, തൻ്റെ ചിന്തകൾ പോയപ്പോൾ ആ കാലിലെ മുറിവിലേക്ക് ശരീരഭാരം ഏൽപ്പിച്ച് ആ കൈകൾ രണ്ടും അല്പം മുകളിലേക്ക് ഉയർത്തി രണ്ടു വശത്തെ മാംസപേശികൾ ലങ്സിൽ മുറുകുന്നതിനാൽ പിടഞ്ഞു മരിക്കുന്നതിന് തൊട്ടു മുൻപ് എൻ്റെ നാഥൻ ശരീരഭാരം കാലിലേൽപ്പിച്ച് പെടച്ചു പൊങ്ങിട്ട് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, തെറ്റലസ്റ്റായി, നിവർത്തിയായി. മഞ്ഞപ്പൊടി വേണ്ട, ആൾ രൂപം വേണ്ട, ഉരുളിച്ച വേണ്ട, ഉരുളുനേർച്ച വേണ്ട, അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗങ്ങൾ വേണ്ട, കർമ്മങ്ങൾ വേണ്ട, വഴിപാട് വേണ്ട, വെടിവഴിപാട് വേണ്ട, നേർച്ചകൾ വേണ്ട. നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഈ കാൽവറിയിലേക്ക് നോട്ടമുയർത്തിയാൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നിന്റെ കെട്ടഴിക്കാൻ ഈ ക്രൂശിന് ശക്തിയുണ്ട്. അവിടെ നടന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചെവി തുറന്ന് കേൾക്കണം. ഉടനെ മന്ദിരത്തിലെ തിരശീല മുകൾ തൊട്ടടിയായി രണ്ടായി കീറിപ്പോയി. വലിയ ഒരു ഭൂകമ്പമുണ്ടായി. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നു, ഭൂകമ്പം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? 39,000 മൈൽ ചുറ്റളവും 40,000 മൈൽ ക്രോസ് അളവുമുള്ള ഭൂഗർഭം ഉരുകി തിളയ്ക്കുന്ന ലോഹദ്രാവകമാണ് ഉൾക്കാമ്പ്. അതിന് മുകളിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ 100 കിലോമീറ്റർ കനത്തിൽ ഭൂഖണ്ഡങ്ങളെ വഹിക്കുന്നതാണ്. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ഒന്നിനു പുറത്തൊന്നായി ഇടിച്ചുയരുമ്പോൾ ഉണ്ടാകുന്ന ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന മർദ്ദമാണ് ഭൂകമ്പം. അങ്ങനെയെങ്കിൽ എൻ്റെ നാഥന്റെ വായിലെ ഒരു വാക്ക് ഭൂകമ്പ കാരണമാണെങ്കിൽ പിശാചിന്റെ പാതാള പറുദീസയിലെ ഹെഡ് ഓഫീസിനെ ഉണർത്തിയിട്ട് വിറപ്പിക്കാൻ കഴിവുള്ള ഒരു മരണം ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം. ഈ രാത്രി വിശ്വാസ കണ്ണുകൾ ഉയർത്തി ക്രൂശിലേക്ക് നോക്കിയാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന നിരാശയുടെ ബന്ധനത്തെ അഴിച്ചുമാറ്റി നിത്യത നിനക്ക് സ്വന്തമാക്കാൻ ദൈവശക്തി വ്യാപരിക്കുന്ന രാത്രിയാ. ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്?
ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ചേ. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മറക്കുക, മറക്കുക, മറക്കുക. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. മനസ്സിനെ വല്ലാതെ കലക്കുന്ന, നിരാശയിലേക്ക് ജീവിതത്തെ തള്ളിയിടുന്ന, മനസ്സിന്റെ സമനിലയെ തകർക്കുന്ന ഒരു ബന്ധനത്തെ തേജസ്സിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങി വന്ന് അഴിച്ചു മാറ്റുന്ന കാഴ്ച നീ ആത്മാവിൽ കണ്ടുകൊണ്ട് തണ്ട് വലിച്ചു വലയുന്ന ശിഷ്യന്മാർ പടകിൽ തണ്ട് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞതുപോലെ, നാഥാ, നാഥാ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ പടക് എത്ര ഉലഞ്ഞാലും രക്ഷകൻ ഇതിനകത്ത് ഉള്ളിടത്തോളം കാലം നിന്നെ വിഴുങ്ങാൻ ഗലീല കടലിന് കഴിയാത്ത വിധത്തിൽ ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആ കരങ്ങൾ ഉയർത്തിയിട്ട് വിളിച്ചു പറയണം, സാരമില്ല, സാരമില്ല, സാരമില്ല. ഈ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. ഇത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെ. ആ കരം ഉയർത്തുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയട്ടെ,